ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരുടെ വീടുകളിലൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉച്ചയ്ക്ക് ചോറിനോടെ കഴിക്കാൻ പറ്റിയ സാധനം. അതെ, ഇന്ന് നമുക്ക് കാണാം ഷെഫ് പിള്ളയുടെ വൈറൽ റെസിപ്പി ചെമ്മീൻ കൊച്ചുള്ളി പെരട്ട്. അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ കടുക്, ഒരു നുള്ള് ഉലുവ എന്നിവ കൂടി ചേർത്ത് നന്നായി പൊട്ടിക്കുക. പിന്നീട് തൊണ്ടോടുകൂടി ചതച്ച 2 വലിയ അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളം കഷ്ണങ്ങളായി അരിഞ്ഞത് എന്നിവ ചേർത്ത് മീഡിയം തീയിലിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉള്ളി ചേർക്കണം. ടേസ്റ്റ് വൈസ് നോക്കിയാൽ മുഴുവനായി ചെറിയുള്ളി ചേർത്ത് തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ എന്നാൽ ഇവിടെ എനിക്ക് ചെറിയുള്ളിയുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും അതോടൊപ്പം തന്നെ 1.5 സവാള കൂടി ചേർത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ചെറിയ തീയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇവിടെ ഉള്ളി പെട്ടെന്ന് ബ്രൗൺ നിറമാവുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. സവാളയും ചെറിയുള്ളിയും ചേർത്ത് വഴറ്റി ഇതിൽ കാണുന്നത് പോലെ ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നീട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഫ്രഷായി പൊടിച്ച കുരുമുളക് പൊടി. ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടിയുടെ പച്ചമണം നന്നായി മാറുന്നത് വരെ മൂപ്പിക്കണം. എന്നാൽ പൊടികൾ കരിയുവാനും പാടില്ല. നന്നായി മൂത്ത് വന്ന പൊടിയിലേക്ക് ചെറുതായി അരിഞ്ഞ 1/2 തക്കാളി, നന്നായി പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വഴറ്റി കിട്ടും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഏതാണ്ട് 2 മിനിറ്റ് നേരമാണ് അടച്ച് വെച്ച് വേവിക്കേണ്ടത്. അതിനുശേഷം മൂടി തുറന്ന് വെന്ത് വന്ന ഉള്ളിയുടെ മിശ്രിതം പാനിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കുക. അതിനുശേഷം മറു സൈഡിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ചേർക്കുക. ചെമ്മീൻ്റെ വെള്ളത്തോട് കൂടി വേണം ഇതിലേക്ക് ചേർക്കുവാൻ. ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു വെള്ളം ചെമ്മീനിൽ നിന്നിറങ്ങിയ സ്റ്റോക്കാണ്. അതിനുശേഷം ഇത് തുറന്ന് വെച്ച് തന്നെ ഒരു 2 മുതൽ 3 മിനിറ്റ് നേരം വരെ വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് ചെമ്മീൻ്റെ നിറം മാറി ഒരു ചുമന്ന നിറത്തിലേക്ക് വരുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൽ ബാക്കിയുള്ള സ്റ്റോക്ക് ഈ കറിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് ചെമ്മീൻ ബ്ലാൻഡ് ചെയ്യുക എന്ന് പറയുക. ശേഷം ഇതിൽ കാണുന്നത് പോലെ ഒരു ചുമന്ന നിറത്തിലേക്ക് ചെമ്മീൻ മാറുന്ന സമയത്ത് നമുക്ക് ചേർത്തിരിക്കുന്ന മസാലയിലേക്ക് ഈ ചെമ്മീൻ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1/2 മിനിറ്റ് നേരം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാനിൻ്റെ നടുഭാഗത്തായി ഒരു സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ കട്ടിയുള്ള 1/4 പാൽ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് അളവിലാണ് ഞാനിവിടെ 1/4 പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലാക്കണം. അതിനുശേഷം തേങ്ങാപ്പാലിൻ്റെ മുകളിലേക്ക് 3/4 ടീസ്പൂൺ ഫ്രഷായി പൊടിച്ച കുരുമുളക് പൊടി, 2 നുള്ള് ഗരം മസാല, 1 തണ്ട് കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് ഏകദേശം 1 മിനിറ്റ് നേരം സ്ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഏകദേശം 1 മിനിറ്റ് നേരം ഇനി ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കുക. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലെ ഫ്ലേവേഴ്സ് ഇൻഫ്യൂസ് ആകുവാൻ വേണ്ടി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. ഇതിന് ശേഷം സെർവ് ചെയ്യാം. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇത്തരം നാടൻ റെസിപ്പികൾക്കായി കൂടെ കൂടുക.